എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഒരു അനീമിയ അല്ലെങ്കിൽ കുട്ടികളുടെ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളതാണ് നമ്മുടെ HB. അതായത് ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ഡാറ്റ എടുത്തതിന് ശേഷം പല അനീമിയ റിപ്പോർട്ട് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കൃത്യമായി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് അമ്മയാണെങ്കിലും കുട്ടിയാണെങ്കിലും കറക്റ്റായിട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഞാൻ പോഷൻ ട്രാക്കർ വഴി കാണിച്ചു തരാം. എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുകയും ഈ മെയ് മാസം തീരാൻ വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. മെയ് മാസത്തെ ഹീമോഗ്ലോബിൻ്റെ അളവും മറ്റു കാര്യങ്ങളും ഇനിയും രേഖപ്പെടുത്താത്തവർ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഫസ്റ്റ് കാറ്റഗറി പ്രഗ്നന്റ് വുമണിൽ പോവുക. അതിലവരെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ്. കണ്ടില്ലേ, ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ്, അത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ഹെൽത്ത് ട്രാക്കിംഗ് എടുക്കുക. അവിടെ കാണാം ഹൈറ്റ്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് അടിച്ചു കൊടുക്കണം, നമ്മളെല്ലാ മാസം ചെയ്യണതാണ്. അവിടെ ഹൈറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ വെയിറ്റ് അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഹീമോഗ്ലോബിൻ്റെ അളവ് 5 to 13 ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ എത്രയാണോ ഹീമോഗ്ലോബിൻ്റെ അളവ് അത് നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഞാൻ റഫായിട്ടൊരു ഡാറ്റ അടിക്കണമെന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഇത് എല്ലാവരും ചെയ്യണം. എല്ലാ ടീച്ചർമാരും നിങ്ങളുടെ പ്രഗ്നന്റ് വുമണിൽ കയറിയിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ മാസം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ മാസം ഇനി ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ അത് ചെയ്യണം, വിട്ടുപോകരുത്. ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും ഗുളികകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. ന്യൂട്രീഷൻ ഇൻ്റർവെൻസ്, മനസ്സിലായില്ല, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരും അത് വിട്ടു പോകരുത്. അത് വിട്ട് പോവാതെ കറക്റ്റായിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്ത കാറ്റഗറി കുട്ടികളെടുത്തു. കുട്ടികൾക്ക് നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് കൊടുത്തു. അപ്പോൾ ഇത് നോർമലി നമ്മൾ ചെയ്യണ ഗ്രോത്ത് മോണിറ്ററിങ്ങാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ പോയിട്ട് ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസിന് ആ കുട്ടികളുടെ അവിടെ തന്നെ പോകണം. ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് എടുക്കുക. ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ് വരുന്നത്. നമ്മൾ 6 months to 3 year എടുത്തത്. ഇതിലേതെങ്കിലും അത് കൊടുക്കണം. ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ എടുക്കുക. കണ്ട, ഇതിൽ ചൈൽഡ് കോംപ്ലിമെൻ്ററി ഫീഡിങ് ആണ് ചോദിക്കേണ്ടത്. അവിടെ ഹീമോഗ്ലോബിൻ്റെ അളവ് ചോദിക്കുന്നത് കണ്ട. ഇത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, ഞാൻ അടുത്തൊരു കാറ്റഗറി കാണിച്ചു തരാം. 3 to 6 year എടുത്തു. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തു. ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് എടുത്തു. ഇവിടെ നിങ്ങൾ കൊടുക്കണം എന്താണോ കൊടുക്കുന്നത്, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൊടുക്കണം. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. ഇതെല്ലാവരുടെയും ചെയ്തിരിക്കണം കേട്ടോ. എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ എല്ലാ ബെനിഫിഷ്യറിയിലും കൃത്യമായിട്ട് ചെയ്തിരിക്കണം. വിട്ടുപോകാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ട് 2 പേരെയാണ് നേരിട്ട് ഡയറക്റ്റ് അടിക്കാൻ വരായിൽ നോക്കിയാൽ കാണാം, പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റിംഗ് മദറും. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്രഗ്നന്റ് വുമൺ എടുത്തു, അവരെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. ഓരോരുത്തരും ചെയ്യണം ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ്, ഹെൽത്ത് ട്രാക്കിംഗ്. കണ്ട, ഇത് കുറേ പേര് ചെയ്യാൻ വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് റിപ്പോർട്ട് വന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ. ഹൈറ്റ് അടിക്കുക, വെയിറ്റ് അടിക്കുക, ഹീമോഗ്ലോബിൻ അളവ് അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സും ഫില്ല് ചെയ്യുക. ദെൻ ഈ പ്രഗ്നന്റ് വുമണെ പോലെ തന്നെയാണ് നമുക്ക് ലാക്ടേറ്റിംഗ് മദർ എടുക്കുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് എടുക്കുക, ഹെൽത്ത് ട്രാക്കിംഗ് എടുക്കുക, ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. കണ്ട, ഈ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം. ഇതിൽ ബർത്ത് വെയിറ്റ് കണ്ട, ബർത്ത് ഹൈറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളതാണ്. ഈ ഡീറ്റെയിൽസ് ഫുള്ള് ഹൈറ്റ്, വെയിറ്റ്, ഹീമോഗ്ലോബിനൊക്കെ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഈ മാസത്തിന് കുറേ പേര് ചെയ്യാൻ പെൻഡിങ് ഉണ്ടാവും. ഉള്ളവരെല്ലാവരും ഈ മാസം അവസാനിക്കുന്നതിന് മുന്നേ, അതായത് 30-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും പൂർത്തിയാക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.